ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് കുറച്ച് വിശേഷമായിട്ട് വന്നതാണ്. നമ്മൾ ക്രിസ്മസ് ദിവസം വീട്ടിലായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എടുത്ത കുറച്ച് വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ പോകണം കേട്ടോ. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടൊന്നുമില്ല, അപ്പോൾ എന്താണെന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് കേട്ടോ ഈ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 4 ആളും കൂടെ മുറിക്കണം പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർ ഒരുമിച്ച് കത്തി പിടിച്ച് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് കേട്ടോ. പിന്നെ ആങ്ങളുടെ 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ് കേട്ടോ. ചെറിയ കുട്ടിയാണ്, അത് ചെറിയ കുട്ടിക്കാണ് കേട്ടോ നമ്മൾ ഇന്നാൾ ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ 3 ആളും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഏട്ടനും ഉണ്ട് കേട്ടോ. ഉച്ചയായി കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ തൊട്ട് മുന്നാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ ആളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അവരെല്ലാവരും കട്ട് ചെയ്യുമ്പോൾ വാവക്കുട്ടനും അത് പിടിക്കണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു കേട്ടോ. താഴെ ഇറക്കി വിട്ടപ്പോൾ അത്ര കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പിടിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ. അപ്പോൾ അക്ഷയ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ വായി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഒരു വായി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് മുറിയലൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അപ്പം പ്ലം കേക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കേക്ക്. അതിന് ശേഷം പിന്നെ ഞാൻ വാവക്കൂട്ടിന് കേക്ക് ഒരു പൊട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അവനൊരു പൊട്ട് കഴിച്ചു. അപ്പോൾ പിന്നെ അവൻ ഒത്തിരി കരച്ചിൽ നിർത്തിയിട്ടാണ്. അപ്പോൾ പിന്നെ അപ്പോഴേക്കുണ്ട് നമ്മുടെ അശ്വിനല്ല സച്ചുവിൻ്റെ ഫ്രണ്ട്സും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കേക്ക് മുറിക്കുന്ന സമയത്ത് നമുക്കതവിടെ വെക്കാൻ മറന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അതൊന്ന് എടുത്ത് വെച്ച് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ മുറിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയില്ല അതവിടെ വെച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു കഷ്ണം കേക്ക് അക്ഷയ തന്നാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ള കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ പീസ് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ അക്ഷയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്താൽ മതി, വേറെ മുക്തർ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും കുറേശ്ശെ ഓരോ പീസ് കൊടുത്തു കേട്ടോ. കുഴപ്പമില്ല, നല്ല കേക്കായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളിതിൽ കുക്കിങ്ങിൻ്റെ റെസിപ്പീസൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയത് കാരണമാണ് പിന്നെ ഒന്നാമത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നതും. അതുപോലെ കുക്കിങ്ങൊന്നും നമ്മളിതിൽ കാണിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്രിസ്മസ് ആഘോഷം കേട്ടോ. ഒരുപാട് വലുതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ആഘോഷമൊന്നുമല്ല, ചെറുതായിട്ട് ഒരു ക്രിസ്മസ് ആഘോഷം കേട്ടോ. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്തു. അതുപോലെ നമ്മളും എല്ലാവരും നമ്മളും എല്ലാവരും കേക്ക് കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. കേക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇത്തിരി നേരം അവിടെ ഇരുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പോയാൽ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ പോയാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും നമുക്കില്ലല്ലോ, നമ്മുടെ കാര്യം മാത്രമല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിനുശേഷം നമ്മൾ കേക്കെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വാവക്കൂട്ടൻ കളിക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ നീന്തിയിട്ട് മുട്ട് കുത്തിയിട്ട് എല്ലാവിടെയും എത്തും കേട്ടോ. ഭയങ്കര ചിരിയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ കരയൊന്നുമില്ല കേട്ടോ. അങ്ങനെ വാവക്കുട്ടൻ്റെ കളിയെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ എടുത്തുകൊണ്ട് വെച്ച സമയത്തായിരുന്നു നമ്മുടെ നൈറ്റിയിൽ അങ്ങനെ കറി വീണു കേട്ടോ. കറി വീണപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി നൈറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഡിഷ് പറയാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. റൈസൊന്നുമില്ല കേട്ടോ, ചോറ് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചോറും അതുപോലെ നമ്മുടെ നാടനായിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി, അതുപോലെ കുട്ടികൾക്ക് മാത്രം ഇത്തിരി ചിക്കൻ്റെ കാല് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം, അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഒരുപാട് വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചോറും ചിക്കനും അതുപോലെ പപ്പടവും അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയാലും ഇതുപോലെ താഴെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. അവിടെയും ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് ഒരു സുഖം തോന്നാറുള്ളത് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും താഴെ തന്നെ ഇരുന്ന് കഴിക്കാറുള്ളത്. അങ്ങനെ ഞാൻ കുട്ടികൾക്കും ഏട്ടനും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവർക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കല്യാണത്തിന് പോയി വന്ന കാരണം അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നില്ല. ഞാനും കുട്ടികളും അതുപോലെ നാത്തൂനും ഏട്ടനും ഒക്കെ കൂടെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനിരുന്ന്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ തിരിച്ച് വിളമ്പി കൊടുക്കുമായിരുന്നു ഭക്ഷണം.
അപ്പോൾ അങ്ങനെ ചെറിയൊരു കുഞ്ഞ് ആഘോഷമായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ പോയാലും ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഇരുന്ന് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. ഇപ്പോൾ അമ്മയും അച്ഛനും കല്യാണത്തിന് പോയ കാരണമാണ് പിന്നെ നമ്മൾ മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അവർ കല്യാണത്തിന് പോയിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. അപ്പോൾ 12 മണിയാകുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ വെക്കേഷൻ സമയത്തല്ലേ പോയിരിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ ഞാൻ 2-3 ദിവസമൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് ഇടാൻ പറ്റിയില്ല. അതിന് വോയിസ് ഓവർ കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. അവിടെ പോയാൽ പിന്നെ ഒരേ ബഹളമാണ്. നമുക്കിത് സൈലൻ്റ് ആയിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ. അതുപോലെ വാവക്കുട്ടനൊക്കെ ഉള്ള കാരണം പിന്നെ എന്ന് നോക്കിയാലും തിരക്ക് തന്നെ കേട്ടോ എല്ലാവർക്കും. അതുകൊണ്ട് പിന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ ഒന്നിനും നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും വിശേഷങ്ങളും റെസിപ്പികളും ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.